പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് കൃപാസനം മാതാവിനും ഈശോയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് വിസ്മയ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂലൈ 9-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. ആദ്യത്തെ 3 എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. എൻ്റെ അമ്മ അതിനു മുൻപേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ നൽകിയ കാശ് രൂപവും വിശുദ്ധ വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. റിസൾട്ട് വന്നപ്പോൾ 3 മൊഡ്യൂളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ വേണ്ടി സാധിച്ചു. പിന്നീട് പിറ്റേ മാസം തന്നെ സ്പീക്കിങ്ങിന് ഡേറ്റ് എടുത്തു. പക്ഷേ അതെനിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റിയില്ല. പിന്നീട് ഓരോ സമയവും എല്ലാ മാസവും മെയിൽ അയക്കും എക്സാം ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കിട്ടിയില്ല. 5 മാസത്തോളം അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നീട് ഡിസംബർ 7 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ട് പ്രാർത്ഥനയുടെ ഫലമായി ഒരു ദിവസം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിന് ശേഷം എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നു, സ്പീക്കിങ്ങിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ അത് മാതാവ് തന്നതിൻ്റെ അടയാളമാണെന്ന് സ്ഥിരീകരിക്കാനായി അതിൽ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ്. അങ്ങനെ 2025 24 ജനുവരിയിൽ എനിക്ക് സ്പീക്കിങ്ങിന് ഡേറ്റ് കിട്ടി. ട്രിവാൻഡ്രത്ത് എക്സാമിനായിട്ട് അവിടെ പോയപ്പോൾ അവിടെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പാർട്ണറായിട്ടുണ്ടാവുന്ന കുട്ടി ഉടമ്പടി എടുത്തായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾ 4 പേരെ സ്പീക്കിങ്ങിന് വേണ്ടി കയറ്റിയ സമയത്ത് അതിൽ എൻ്റെ പാർട്ണർ ഒഴിച്ച് ബാക്കി 3 പേരും ഞങ്ങൾ ഉടമ്പടി എടുത്തവരായിരുന്നു. ഞങ്ങളെ കയറ്റിയ സമയത്തും പരസ്പരം എല്ലാവരും ഉടമ്പടിയെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു പ്രത്യാശയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ എക്സാമിനർ ഞങ്ങളെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോയ സമയത്ത് ഒരു അതായത് നമ്മുടെ മെഴുകുതിരിയുടെ നീല മെഴുകുതിരിയുടെ അതേ കളറുള്ള പ്ലെയിൻ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ആ ഇൻവിജിലേറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു നീല കളറിലുള്ള ഒരു പ്ലെയിൻ ഷോൾ കഴുത്തിൽ കൂടെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എക്സാം വലിയ കുഴപ്പമില്ലാതെ തന്നെ നടന്നു. എനിക്ക് ആ മിസ്സിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇവരെന്നെ എന്തായാലും പാസ്സാക്കും, ഞാൻ എത്ര മോശമായിട്ട് പറഞ്ഞാലും ഇവരെന്നെ പാസ്സാക്കും, അങ്ങനെയാണ് എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നത്. അതിനുശേഷം അവസാന നിമിഷമായപ്പോഴേക്കും എനിക്ക് അധികം പറയാൻ വേണ്ടി പറ്റിയില്ല. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, ഞാൻ എന്തായാലും എക്സാമിന് തോക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം ആ മാം തന്നെ എന്നോട് കുറച്ചുകൂടെ സിമ്പിളാക്കി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തത്. എനിക്ക് എളുപ്പമാക്കി തരുകയും ചെയ്തത്. ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിളാക്കി. അങ്ങനെ ഞാൻ ഉത്തരം പറയുകയുണ്ടായി. പിന്നീട് അവസാനം എൻ്റെ പേപ്പർ കൊടുത്ത് പോരാൻ നേരത്ത് ആ മിസ്സ് എൻ്റെ പേപ്പറിലല്ല നോക്കിയത്, എൻ്റെ മുഖത്ത് നോക്കി എന്നെ ചിരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ എന്തായാലും എക്സാമിന് പാസ്സാകുമെന്ന്. അങ്ങനെ മാർച്ച് ആയപ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായെന്ന് പറഞ്ഞ്. അതിനു മുമ്പ് അന്നത്തെ ദിവസം തന്നെ റിസൾട്ട് നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമ്മയ്ക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ അടക്കം മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് കാശുരൂപം ഉടുപ്പിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പും വിശുദ്ധ തൈലവും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു. 2025 ജനുവരിയിൽ ഞാൻ എൻ്റെ അവസാനത്തെ മൊഡ്യൂൾ പാസ്സായിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ സെപ്റ്റംബർ ഇൻടേക്കിന് പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ ഒന്നും പാസ്സാവുന്നുണ്ടായില്ല. ഒരു 8 ഇൻ്റർവ്യൂയോളം ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നും പാസ്സാവുന്നുണ്ടായില്ല. കഴിഞ്ഞൊരു വർഷം ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉള്ള ഒരു കാലമായിരുന്നു. കാരണം കുറേ ഇൻ്റർവ്യൂകൾ വന്നിട്ടും അതിലൊന്നും ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് ഈ വർഷം ജനുവരി 8-ാം തീയതിയാണ് ഒരു ഇൻ്റർവ്യൂ വന്നതും അത് ഞാൻ പാസ്സായതും. പാസ്സാവുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അതിന് 2 ദിവസം മുമ്പേ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ എന്ത് അനുഗ്രഹം തന്നാലും അതിനു മുമ്പായിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുമായിരുന്നു. പിന്നെ എന്നെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പോലും അവർ പറഞ്ഞത് ഏപ്രിലോട്ട് പറ്റില്ല, ഞങ്ങൾ നോക്കാം, എന്നാലും സെപ്റ്റംബർ ഉദ്ദേശിച്ചാണ് അവരെന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് ഏപ്രിലോട്ട് എന്നെ എടുക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങൾ മാക്സിമം നോക്കാമെന്നേ പറഞ്ഞോളൂ. കാരണം ഓൾറെഡി അവർ ഡിസംബർ ആകുമ്പോൾ ആരും എടുക്കില്ല, ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാം അവർ ക്ലോസ് ചെയ്തിരിക്കും. 3 മാസം കൊണ്ടൊന്നും ആകില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ എന്നെ എടുക്കാൻ തയ്യാറായില്ല ആദ്യം. പക്ഷേ പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എടുക്കാം, കുഴപ്പമില്ല. പിന്നെ 2 ആഴ്ച കൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് വരികയും ചെയ്തു. പിന്നീട് പെട്ടെന്നായിരുന്നു എല്ലാം. പിന്നെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. ഫെബ്രുവരി 23-ന് വിസയ്ക്ക് വെക്കാനായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയി.
അവിടെ പോയ സമയത്ത് ഭയങ്കര തടസ്സം ഉണ്ടായിരുന്നു. കാരണം കാറ്റഗറി തെറ്റാന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. ശരിക്കും അങ്ങനെ തെറ്റാന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ കയറാൻ വേണ്ടി പറ്റില്ല, നമുക്ക് വിസയ്ക്ക് വെക്കാൻ വേണ്ടി പറ്റുമെന്നില്ല. പക്ഷേ അന്ന് ഒത്തിരി വിഷമിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പറ്റി. അവിടെയും ഞങ്ങൾ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എങ്കിലും വിസയ്ക്ക് വെച്ചപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ചിലപ്പോൾ റിജക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. എൻ്റെ ആദ്യത്തെ 3 സർട്ടിഫിക്കറ്റ് 1.5 വർഷത്തെ വാലിഡിറ്റി കഴിഞ്ഞതാണ്. രണ്ടാമത്തെ സ്പീക്കിംഗ് ലാസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തപ്പോഴും 1 വർഷവും 2 മാസവും കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് എല്ലാം ഭയങ്കരമായിട്ട് റിജക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. എങ്കിലും ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് മാർച്ച് 17 വിസ അടിച്ച് കൈ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ടോക്കൺ, ഞാൻ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പോയ സമയത്ത് എനിക്ക് ടോക്കൺ നമ്പറായിട്ട് 17 എന്നുള്ള ഡേറ്റ് ആയിരുന്നു കിട്ടിയത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ആയിട്ട് ഹോസ്പിറ്റലിൽ പത്രം കൊടുക്കുകയും അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും കാണുകയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ പത്രം റെയിൽവേ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും പള്ളികളിലും വഴികളിലും വീടുകളിലും ബസ് സ്റ്റാൻഡിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഈ മാർച്ചിൽ പത്രം കൊടുത്ത സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗതാഭിഷേകം ഉണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞാൻ ഇവിടെ എല്ലാ മാസവും വരും പത്രം വായിക്കാനായിട്ട്. ഞാനപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു, ഒന്നും പോകാനുള്ളതായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടി. അങ്ങനെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ സമയം നോക്കിയപ്പോഴേക്കും കൃത്യം 3 മണിയായിരുന്നു. അപ്പോൾ എനിക്കറിയാം എന്തായാലും എന്നെ മാതാവ് എങ്ങനെയാലും എന്നെ കൊണ്ടുപോകുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഇപ്പോൾ എനിക്ക് വിസ അടിച്ച് കൈ കിട്ടി, ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു. ഈ മാസം അവസാനം മാർച്ച് 29 ഞാൻ ജർമ്മനിയിലോട്ട് പോവുകയാണ്. മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഹെർണിയൊക്കെ ഉണ്ടായിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഹെർണിയ ചുരുങ്ങി പോവുകയും അപ്പയ്ക്ക് കിഡ്നി സ്റ്റോണും ഉണ്ടായിരുന്നു, അത് മാറുകയും ചെയ്തു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് അവരെ കുളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികളുള്ള വീടുകൾ സന്ദർശിക്കുകയും ക്യാൻസറുള്ള ഒരു ചേച്ചീനെ സന്ദർശിക്കുകയും അവിടെ പൈസ കൊടുത്ത് സഹായിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന പൈസയിൽ ഞാൻ കുറച്ച് നാൾ പഠിപ്പിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ട് എല്ലാ മാസവും ദശാംശം കൊടുക്കുകയും അത് വെച്ച് കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നിയമാവർത്തനം 29:9 നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിസ്മയ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മ മാതാവ് കരം പിടിച്ച് നടത്തിയ ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജർമ്മൻ ഭാഷാ പഠനവും അതിൻ്റെ പരീക്ഷകളും അതിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സും വിസ ലഭിക്കുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളെയും മകൾ വളരെ വ്യക്തമായി തന്നെ നമ്മളോട് പങ്കുവച്ചു. പ്രതിസന്ധികളേറെ ഉണ്ടായിരുന്ന ഒരു പഠനകാലം, എങ്കിൽ ഓരോ പ്രതിസന്ധിയിലും അമ്മ മാതാവിൻ്റെ പ്രസൻസ് നൽകിക്കൊണ്ട് അമ്മയിൽ ആശ്രയിച്ചാൽ അത് വിജയത്തിലേക്കും ഫലമണിയുന്ന പരിശ്രമത്തിലേക്കും എത്തിക്കുമെന്ന് നിരന്തരം മകൾക്ക് തെളിവ് നൽകി വിജയം നൽകി സഹായിച്ചു കൊണ്ടിരുന്നു. അത് അവസാന നിമിഷമാകുമ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുമ്പോൾ പരീക്ഷ പാസ്സായതിൻ്റെ കാലാവധി പോലും കഴിഞ്ഞുവെന്ന രീതിയിൽ തോന്നുന്നുണ്ട്. എങ്കിലും റിജക്ഷനാകുമോ എന്ന ഭയം നോർമലായി ഉണ്ടാകുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ ഇത് ഭദ്രമാകും എന്ന പ്രത്യാശയോടുകൂടി മകൾ ആ പ്രോസസ്സിൽ ഏർപ്പെടുകയും മകൾക്കത് വിജയത്തിന് കാരണമായി തീരുന്നതിനെ മകൾ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയുമാണ്. ഉടമ്പടി ഭാരങ്ങളെല്ലാം എടുത്തു നീക്കി നമ്മളെ ലഘൂകരിച്ച് ജീവിതത്തെ ശുഭകരമാക്കുന്ന പഠന പരിശ്രമങ്ങളെ വിജയത്തിലെത്തിക്കുന്ന നമ്മുടെ ഏതാഗ്രഹങ്ങളാണോ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നത് അവയ്ക്ക് ഫലം തരുന്ന പദ്ധതിയാണ്.
ഉടമ്പടിയിൽ നമുക്ക് അമ്മയോടുള്ള ബന്ധം എത്ര കണ്ട് ആഴപ്പെടുന്നു എന്നതാണ് പരിശോധിക്കുന്നത്. അമ്മയോടുള്ള ബന്ധം ആഴപ്പെടുന്നതിൻ്റെ അടയാളമാണ് അമ്മ മാതാവ് സുഗന്ധാഭിഷേകത്തിലൂടെ നിരന്തരം മകൾക്കും മകളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും പ്രത്യേകമായ സാന്നിധ്യങ്ങൾ നൽകി സഹായിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി ജീവിക്കുവാൻ പ്രയാസമുള്ള ഒരു പദ്ധതിയല്ല. ഉടമ്പടി മാതാവിനെ ആഗ്രഹത്തോടും ശരണത്തോടും കൂടി ചേർത്ത് പിടിച്ച് നടക്കുവാൻ നമ്മളെ നിരന്തരം സഹായിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ്. അത് നമ്മളെ പാപങ്ങളിൽ നിന്ന് അകറ്റുന്നു, കൃപകളിൽ വളരുവാൻ സഹായിക്കുന്നു. നമ്മുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായി ഫലം ലഭിക്കും വിധം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അവിടുത്തെ സംരക്ഷണം നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ മകൾക്ക് പഠനനാളുകളിൽ ലഭിച്ച സംരക്ഷണത്തിന്, പരീക്ഷകൾക്ക് ലഭിച്ച വിജയത്തിന്, പ്രോസസ്സ് തടസ്സമില്ലാതെ വിദേശത്തേക്ക് പോകുവാൻ വഴിയൊരുക്കി കൊടുത്തതിന്, പ്രത്യേകിച്ച് ഏതാണ്ട് ജനുവരിയിൽ തുടങ്ങിയ ആ ഇൻ്റർവ്യൂ വിസ പ്രോസസ്സ് 2 മാസം കൊണ്ട് പൂർണ്ണമായി പൂർത്തീകരിച്ച് സമയച്ചുരുക്കത്തിൽ അമ്മ വിദേശത്തേക്ക് എത്തിക്കും വിധം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നൽകിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശയോടുകൂടി ഉടമ്പടി നമുക്ക് വൃത്തിയായി ജീവിക്കാം. ഉടമ്പടി നിയോഗങ്ങൾ അമ്മയിലൂടെ ഈശോ നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കും. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.